ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. ഞാൻ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് പോയിട്ട് 5 കിലോ അരി കിട്ടി. 5 കിലോ അരി. അപ്പോൾ അതേണ്ട പിടിയില്ലാത്ത കുടയൊക്കെയാണ് കേട്ടോ പുതിയ ഫാഷൻ. നമ്മുടെ അമ്പലമാണ് പെരുമ്പനാകുളം. അപ്പോൾ ഞാൻ PTA മീറ്റിങ്ങിന് പോയി. മാർക്കൊക്കെ കമ്മിയാണ്, പക്ഷെ എനിക്കൊരു ചെറിയ സന്തോഷമുണ്ട്. മാർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് തമ്മിൽ ഭേദം, സെക്കൻഡ് ക്രിസ്മസ് എക്സാമിനേക്കാളും കുറച്ചും കൂടെ ഭേദമൊക്കെ ഉണ്ട്. ഒരു C ഒരു D കിട്ടിയിട്ടുണ്ട്. ബാക്കി ഒരു D കിട്ടി, പിന്നെ 3 C, പിന്നെ B, ഒരു A. ആ A ഉള്ളത് മാത്സിനാണ്. മാത്സിന് ഫുള്ളാണ്. കാരണം എൻ്റെ കൂട്ടുകാരികളെക്കാളും 1 മാർക്ക് കൂടുതലുണ്ട്. അവർക്ക് 39, ഫാറൂന് ഫുള്ളുണ്ട്. ഞാൻ കരഞ്ഞുപോയി, സത്യം ഞാൻ കരഞ്ഞുപോയി. കാരണം മാത്സ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളും ടെക്സ്റ്റുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏതൊക്കെ എന്തോരം പഠിക്കണമെന്ന് മനസ്സിലാകാത്ത കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തു. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്തപ്പോൾ ഞാൻ ബസ് വരാം എൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഒരു സ്റ്റോപ്പുള്ള എൻ്റെ അമ്മ താമസിക്കുന്നിടത്തായിട്ട് ഞാൻ എത്തി കേട്ടോ. അപ്പോൾ അമ്മ അവിടെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇറയത്തായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അമ്മയുടെ നൈറ്റ് മുഴുവൻ നനഞ്ഞിരിക്കുക. ഇത് വീഡിയോ ഇടണോ വേണ്ടേ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു നമ്മൾ എന്താണ് എല്ലാവരുടെ വീട്ടിലുള്ളതല്ലേ എന്ന്. പിന്നെ അമ്മ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയിട്ടോ, പാവം. അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പം അമ്മ ഊണ് കഴിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു കേട്ടോ ഞാൻ അടുക്കളയിൽ പണിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു ഞാൻ ചെന്നത് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് എപ്പോഴും. എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഊണ് കഴിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഊണൊക്കെ കഴിക്കും. എന്താണോ അമ്മ വിളമ്പി തരുമ്പോൾ ചോറ് കഴിക്കാൻ തോന്നും. വീട്ടിലാണെങ്കിൽ ഞാൻ ചോറ് മിക്കവാറും കഴിക്കാതെയൊക്കെ ഇരിക്കും കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലേ. ഇതിപ്പോൾ അമ്മ അനിയത്തി ജോലിക്ക് പോകണം. കാരണം അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കലും അംഗൻവാടിയിലാക്കലും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണികളൊക്കെ എപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെയാണ് അടിച്ചുവാരലൊക്കെ എല്ലാം ചെയ്യാറ്. പിന്നെ അവിടെ ഓരോ ഒതുക്കിപ്പെറുക്കലൊക്കെ പതിയെയൊക്കെ ചെയ്യാറ്. അതുകൊണ്ടാണ് കേട്ടോ അവിടെ തുണികളൊക്കെ കിടക്കുന്നത്. പിന്നെ മഴ പെയ്യുന്നുണ്ട് കാരണം അകത്ത് ഇഴ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തുണികളെല്ലാം ഇഴയിലിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഓർക്കും എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് തുണിയൊക്കെ ഇങ്ങനെ കിടക്കുന്നതെന്ന് വിചാരിക്കരുത്. എല്ലായിടത്തും കാണുമല്ലോ. അമ്മയാണെങ്കിൽ ഫുൾ ടൈം പണിയാണ് കേട്ടോ. അമ്മയ്ക്ക് എന്തോരം പണിയെടുത്താലും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുവേ. അങ്ങനെയാണ് അമ്മ. അപ്പം ഞാൻ മുറിയിലേക്ക് കയറി. ഞാനും ഊണ് കഴിക്കാമെന്നുള്ളതിലാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണേ. അപ്പോൾ ഇതേ അനിയത്തിയുടെ ഒക്കെ മുറിയാണ് കേട്ടോ. അപ്പോൾ കൊച്ചിനെ വിളിക്കാൻ പോയിരിക്കുകയാണ് അനിയത്തി, കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന്. കൊച്ചിന് ഈ ഫെബ്രുവരിയിൽ 3 വയസ്സായതേ ഉള്ളൂ കേട്ടോ, ഫെബ്രുവരി 18. അപ്പോൾ അമ്മ എനിക്ക് തന്നത് പാമുള്ളൻ ഇന്ന് വെച്ചത്, പിന്നെ പാമുള്ളൻ വറുത്തത്, ബീൻസും കോവയ്ക്കയും തോരൻ, ക്യാരറ്റും കോവയ്ക്കയും, പിന്നെ ഇന്നലത്തെ അയിലക്കറിയുടെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ പാമുള്ളൻ കറി വെച്ചതിൽ ഭയങ്കരമായിട്ട് ചാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കറിയില്ല, എൻ്റെ അമ്മ അവിടെ പോയി ഞാൻ മീൻ കൂട്ടി ചോറുണ്ണുമ്പോൾ ഭയങ്കര സന്തോഷം. വയറ് നിറച്ച് ഞാൻ കഴിക്കാറുണ്ട്. എന്താണെന്ന് എനിക്കറിയാം, നല്ല രുചി തോന്നിക്കും. ഒരുപാട് ചാറും മുളക് ചാറായിട്ടൊന്നും അങ്ങനെയൊന്നും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. പക്ഷേ ആ ഒരു പരുവം എനിക്കിഷ്ടം. എനിക്ക് ഒരുപാട് ചാറൊന്നും ഒഴിച്ച് കഴിക്കണം എന്നൊന്നുമില്ല. എപ്പോഴും പച്ചച്ചോറ് തിന്നുന്ന ആളാണ് ഞാനെന്ന് അമ്മയ്ക്കറിയാം. അമ്മ ഉണ്ടാക്കി തന്നത് കഴിക്കുമ്പോൾ ഒരു സന്തോഷം. അമ്മയാണ് കൂടുതലും പാചകം ചെയ്യാറ്. അപ്പം ഞാനിവിടെ നിലത്തിരുന്നാണ് കേട്ടോ കഴിക്കണേ. കാരണം ചൂടുമാണ്. പിന്നെ പൊക്കത്തിരുന്ന് കഴിക്കാറില്ല, എപ്പോഴും നിലത്തിരുന്ന് തന്നെ കഴിക്കാറ്. പൊക്കത്തിരുന്ന് കഴിക്കും ഇല്ലെന്നല്ല, എന്നാലും അവിടെ കുറച്ചും കൂടെ നിലമൊക്കെ നല്ല നിലമായതുകൊണ്ട് അങ്ങനെ ഇരുന്ന് കഴിക്കും. ഇവിടെ ഞാൻ പൊക്കത്തിരുന്ന്. അപ്പം എൻ്റെ ഈ ആൺകുട്ടൻ അംഗൻവാടിയിൽ നിന്ന് വന്നതിന് ശേഷം അപ്പുറത്ത് കളിക്കാൻ പോയിട്ട് വരുന്നതാണ് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. കുട്ടൻ കളിക്കാൻ പോക്കാണ് പതിവ്. ഒരു നിമിഷം പോലും വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ കുറച്ച് 2 കുഞ്ഞു പിള്ളേരുണ്ട്, അവരുടെ കൂടെ കളിക്കാൻ പോക്കാണ്. സന്തോഷം. അപ്പോൾ എല്ലാവരും അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഞാനും ഭക്ഷണവും കഴിയാറായി. പിന്നെ ഇവാൻ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പോകും. അനിയത്തിയും കുറച്ച് ചോറെടുത്ത്, അവളപ്പോഴും കഴിക്കണുള്ളൂ കേട്ടോ. ആ സമയത്ത് അവൾ കഴിക്കണുള്ളൂ. അപ്പോൾ അവളങ്ങനെ വീഡിയോയിലൊന്നും അങ്ങനെ വരാറില്ല. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് അധികം. പിന്നെ അമ്മ എനിക്ക് ഇത് തരുന്നു, ബ്രെഡ്, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇവാൻ കുഞ്ഞിൻ്റെ കുറച്ച് ഗോഷ്ഠിത്തരങ്ങളൊക്കെയാണ് കേട്ടോ. കുറുമ്പത്തരങ്ങൾ, ഗോഷ്ഠിത്തരങ്ങളെന്ന് പറയാൻ പാടില്ലല്ലോ കുഞ്ഞുങ്ങളാകുമ്പോൾ. കുറുമ്പത്തരങ്ങളാണ്. ഇവാൻ കുഞ്ഞിൻ്റെ മുഖമൊക്കെ പിടിച്ചേക്കണം കേട്ടോ അതിൻ്റെ. അപ്പോൾ അതിന് ചായ നമ്മളെടുക്കുമ്പോൾ അതിന് ചായ വേണം കേട്ടോ. അപ്പോൾ ഞാനിതേ അമ്മയുടെ എൻ്റെ നിന്ന് ചായ കൊടുത്തു, കുറച്ച് കുടിച്ചു അവിടെ വെച്ചു ആൾക്ക്. പിന്നെ അതേ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമുള്ളതാണ് കാണിക്കുന്നത്. നമ്മുടെ ചെമ്പൻ കുഞ്ഞ് മുകളിൽ കയറിയിരിക്കുക, മതിലിൻ്റെ മുകളിൽ. നമ്മുടെ അല്ല, അപ്പുറത്തെ വീടിൻ്റെ മതിലിൻ്റെ മുകളിൽ. ആരാണ്? ചെമ്പു. ചെമ്പു ഒരു ഹായ് പറഞ്ഞു. ചെമ്പു ഒരു ഉമ്മ, ഉമ്മ. ചെമ്പൂസ്. ഇവിടെ താഴെ ഒരു ചേട്ടായി നടക്കണേ. താഴെ ഒരു കുഞ്ഞു ചേട്ടായി. കുഞ്ഞു ചേട്ടായി നോക്കുവാണോ പൊന്ന? ചേട്ടനെ നോക്കുവാണോ പൊന്ന? അച്ചറ പൊന്ന അമ്മച്ചി പൊന്ന. വീട് താഴെ ഇറങ്ങാൻ അറിയാലോ കുഞ്ഞിന്. ദൈവമേ, ചേട്ടായുടെ കുഞ്ഞി പെണ്ണ്. ഭയങ്കര സ്നേഹമാണ്. രണ്ടമ്മയുടെ മക്കളാണ്. ഭയങ്കര സ്നേഹം കേട്ടോ. ഈ കുഞ്ഞ് അന്ന് ഇവിടെ വന്ന് കയറിപ്പെട്ട കുഞ്ഞാണേ ഈ കുഞ്ഞ്. പിന്നെ ഇത്രയായിട്ടോ. അമ്മച്ചി കുഞ്ഞേ, അച്ചടേ, അച്ചട. ദേ കള്ള, ഇട കള്ള. ചേട്ടായി ദേ ഇവിടെ. ഞാൻ ഇറക്കാം, അല്ലെങ്കിൽ അവനെങ്ങാനേ അപ്പുറത്തെ പറമ്പിട്ട് ചാടിപ്പോയി വരാൻ പറ്റിയില്ലെങ്കിൽ വല്ല എന്തെങ്കിലും പിടിച്ചോണ്ട് പോയാലേ നമുക്ക് കുഞ്ഞിനെ നഷ്ടമാവും. കുഞ്ഞിങ്ങ് ഇറങ്ങിക്കോ പൊന്നെ. അയ്യോ എന്നെ കടിക്കുക. കുഞ്ഞിങ്ങ് ഇറങ്ങിക്കോ. ബാ. അയ്യോ അമ്മയുടെ കുഞ്ഞിങ്ങ് ഇറങ്ങിക്കോ. എവിടെ പോണേ അമ്മേ? എടാ കുഞ്ഞ, നീ എന്താണ് കാട്ടിലെ കടുവയെന്നുള്ളൊരു ധൈര്യമാണോ നിനക്ക്? നീ ഇങ്ങോട്ട് ഇറങ്ങടാ കുഞ്ഞ. അയ്യോ നീ വലിയ ചേട്ടായൊന്നും ആയിട്ടില്ല കേട്ടോ. നീ വെള്ളു ചേട്ടായൊന്നും ആയിട്ടില്ല. ഒരു കൈക്കുമ്പിൽ ഒതുങ്ങുന്ന സാധനം തന്നെ നീ ഇപ്പോഴും കേട്ടോ. നീ വലിയ ആളൊന്നും കളിക്കണ്ട നീ. ആടാ. നീ ആരടാ? ആരടാ നീ? ഇവിടെ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ കണ്ട നിലത്ത് അങ്ങോട്ട് വീഴും, അങ്ങോട്ട് മറിഞ്ഞങ്ങോട്ട് വീഴും ആള്. കണ്ട എൻ്റെ കാലാണ്. എൻ്റെ കാലിങ്ങനെ വെച്ച് കൊടുക്കണം. എൻ്റെ കാലിങ്ങനെ വെച്ച് കൊടുത്താൽ അതിൽ കിടന്ന് ഉരുണം. അപ്പോൾ പൂച്ചേനെ ചവിട്ടുകയെന്ന് ആരും പറയരുത് കേട്ടോ. അതിനത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ? കുഞ്ഞാവ ഇവനുമായിട്ട് നല്ല ഈ കുഞ്ഞ് ഇവിടെ വന്ന സമയത്തെ ഇവനുമായിട്ട് ചേരില്ലായിരുന്നു കേട്ടോ. ചെമ്പന് ഭയങ്കര ഒട്ടും പറ്റില്ലായിരുന്നു കേട്ടോ ചെമ്പന്. ഇവനെ കാണുമ്പോൾ ചീറ്റും. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ, ഇവൻ ചെമ്പൻ ചേട്ടനെ സ്നേഹിച്ചെടുത്ത് ഈ കുഞ്ഞ് മിടുക്കൻ അവൻ. ചെമ്പൻ ചേട്ടനെ ഇല്ലാണ്ട് അവനും പറ്റില്ല, ചെമ്പൻ ചേട്ടന് അവനും ഇല്ലാണ്ടും പറ്റില്ല. ഈ ചെമ്പൻ ചേട്ടന് ഭയങ്കര സ്നേഹമാണ്. രണ്ടും ഭയങ്കര സ്നേഹമാണ്. കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ നമ്മുടെ ഇവൻ്റെ സഹോദരനുണ്ടല്ലോ, ഈ ചെമ്പൻ്റെ സഹോദരൻ ചാര അവനുണ്ടല്ലോ, അവൻ എന്താ പറയുക, അവൻ ഇവിടുന്ന് പോയി സ്ഥിരമായിട്ടാണെന്നറിയില്ല. നമ്മൾ കണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി അപ്പുറത്തുള്ളൊരു വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ വിളിച്ചപ്പോൾ എന്നെ കണ്ട് കരഞ്ഞു. എന്നിട്ട് അവൻ അങ്ങ് ഓടിപ്പോയി പേടിച്ച പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പിന്നെ ഒരു സമയം എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കരഞ്ഞു. പക്ഷെ ഞാൻ 2 സമയത്തും ഞാൻ ധൃതി പിടിച്ച് ഓടിയപ്പോഴാണ് അവനെ കണ്ടത്. അതുകൊണ്ട് എനിക്ക് അവനെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റിയില്ല. എൻ്റെ കൂടെ കിടന്നുകൊണ്ടിരുന്ന ചെമ്പനും ചാരയും. ചെമ്പൻ ഈ കുഞ്ഞുള്ളത് കൊണ്ടാണോ അവരുടെ അമ്മ, അതായത് അമ്മുക്കുട്ടി, ഇവരുടെ ഈ ചെമ്പൻ്റെയും ചാരയുടെ അമ്മ അമ്മുക്കുട്ടിയാണ്. ഇതല്ല കേട്ടോ ചെമ്പൻ, ഇതാണ് ചെമ്പൻ. ചാര ഇവൻ്റെ സഹോദരൻ. അപ്പോൾ ഇവരുടെ അമ്മ പിന്നെയും പ്രസവിച്ച് 3 കുഞ്ഞുങ്ങളായിട്ട് അലമാരയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൂച്ച കുഞ്ഞുങ്ങളെ കണ്ടതുകൊണ്ടൊരു ഇതായിട്ട് പോയതാണോ, വേറെ മറ്റൊരു കറുത്ത കണ്ടംപൂച്ച വരാറുണ്ട്, അവൻ ഓടിച്ചതാണോ, ഒന്നും എനിക്കറിയില്ല. ഭയങ്കര സങ്കടമുണ്ട്. അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ വാലിൽ കയറി ചവിട്ടി. അയ്യോ എൻ്റെ കുഞ്ഞിനാണ് എന്ത് പവറാന്നറിയോ. കുഞ്ഞിവിടെ വന്ന് നമ്മളൊരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞില്ലേ കുഞ്ഞുങ്ങൾ. അപ്പോൾ അവൻ പോയി. ഞങ്ങൾ 3-4 ദിവസം ചേട്ടായിയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോയി. എന്നാലും പകൽ ഇവിടെ വന്ന് ചോറൊക്കെ കൊടുത്തിട്ടാണ് പോവാറ്. പക്ഷേ രാത്രികളിൽ ഇതുങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ വന്നതിൻ്റെ തലേ ദിവസം കൂടെ ഇവിടെ വന്നിട്ട് പോയത്. എന്നിട്ടും അവനിവിടെ തലേദിവസമല്ല, വരുന്നതിൻ്റെ തലേന്ന് ഞാൻ വന്നു. പക്ഷേ വരുന്നതിൻ്റെ തലേന്ന് ഹസ്ബൻഡ് വന്നു. പക്ഷേ ഇതൊക്കെ ആയിട്ടും അവൻ ഇവിടുന്ന് ഞങ്ങൾ അതിൽ പിന്നെ വന്നിട്ട് അവൻ ഇവിടെ കണ്ടിട്ടില്ല. അവൻ ഈ വഴിയിൽ വെച്ച് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം അവൻ ഈ കഴിഞ്ഞ ദിവസം അവനൊന്ന് കയറി വന്നു. പക്ഷെ അവൻ എന്തോ കണ്ട് പേടിച്ച പോലെ പുന്നാരിക്കാൻ ചെന്നപ്പോൾ അവൻ ഓടിക്കളഞ്ഞു.
ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. ചാരേനെ എന്തോരം സ്നേഹിച്ചാന്നറിയാവോ? നിങ്ങൾ ഓർക്കും നിസ്സാരമായിട്ട് പൂച്ചേനെയൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന്. പൂച്ചേനെ സ്നേഹിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ. എനിക്ക് പട്ടീനേക്കാളും കൂടുതൽ എനിക്ക് പൂച്ചകളെ ഭയങ്കര ഇതാണ്. അത് സ്നേഹിച്ചാൽ പിന്നെ അതുങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല. അതാണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ.